അപ്പം നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഓളിയാണ്. ഓളിയുടെ സൗന്ദര്യമാണ് ഈ ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഇവിടെയുള്ള മലനിരകളും താഴ്വാരങ്ങളും നമ്മുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കും. ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് രജപുത് രാജാക്കന്മാർ അവരുടെ ആർമിക്ക് ഇവിടെ വെച്ചാണ് ട്രെയിനിങ് കൊടുത്തത് എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം ടിബറ്റിനും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു വ്യാപാര പാതയുടെ ഭാഗമായിരുന്നു ഈ പ്രദേശം. അർദ്ധ നാടോടി ഗോത്രങ്ങളും അതുപോലെ തന്നെ വ്യാപാരികളുമാണ് ഈ പ്രദേശം അവരുടെ വാണിജ്യത്തിനായി ഉപയോഗിച്ചിരുന്നത്. ഉത്തരാഖണ്ഡ് സന്ദർശിക്കുന്ന ഒരു സഞ്ചാരിയും ഓളി സന്ദർശിക്കാതെ തിരിച്ചു പോകാറില്ല. അപ്പൊ ഗായ്സ്, നമ്മളെ ലാസ്റ്റ് വീഡിയോ എൻഡ് ചെയ്തത് തുംഗനാഥ് ചന്ദ്രശില ട്രെക്കിംഗ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ഞാൻ ഇനിയിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അവിടെ നിന്നും ഈ ഓളി എന്ന പ്രദേശത്തിലോട്ട് എങ്ങനെ എത്താം എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ ഈ ട്രാവൽ വീഡിയോ കാണുന്നവർക്കറിയാം, ഈ പ്ലാന് ആക്ച്വലി ഞങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പ്ലാനാണ്. കാരണം ഇതിൽ ഉത്തരാഖണ്ഡിലെ പ്രധാന സ്ഥലമായ കേദാർനാഥ്, അതുപോലെ കേദാർഖണ്ഡ, ഹരിദ്വാർ, ഗംഗോത്രി ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് കാരണം നമ്മൾ ഡിസംബർ മാസത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ പറഞ്ഞ പ്രദേശങ്ങളൊന്നും ഡിസംബർ മാസത്തിൽ ഓപ്പൺ അല്ല. ടെമ്പിൾസ് ആയാലും അതുപോലുള്ള കാര്യങ്ങളൊന്നും ഓപ്പൺ അല്ല. അപ്പോൾ ഡിസംബറിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേസസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഡെസ്റ്റിനേഷനും റൂട്ട് മാപ്പും തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചൊപ്തയിൽ നിന്നും രുദ്രപ്രയാഗ് എന്ന സ്ഥലത്തോട്ടാണ് വരേണ്ടത്. അതായത് നമ്മൾ ചൊപ്തയിലോട്ട് ഷെയർ ടാക്സി കയറിയ സെയിം സ്ഥലം തന്നെയാണ്. അതിനുശേഷം രുദ്രപ്രയാഗിൽ നിന്നും ജോഷ്മത് എന്ന സ്ഥലത്തോട്ടാണ് വരേണ്ടത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ബസ് കിട്ടും. ജോഷ്മത്തിലെത്തിയ ശേഷം അവിടെ നിന്നും ഷെയർ ടാക്സിയിലാണ് ഓളിയിലോട്ട് പോകേണ്ടത്. ഇവിടെ നിന്നും ഏകദേശം 1 മണിക്കൂറോളം ട്രാവലാണ് ഓളിയിലോട്ട് വരുന്നത്. അപ്പൊ നമ്മളെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് പോകുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്ന റൂട്ട് മാപ്പ് 100% കറക്റ്റായുള്ള റൂട്ട് മാപ്പ് എന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തന്ന റൂട്ട് മാപ്പ് അതുപോലെ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരികയോ അല്ലെങ്കിൽ അതുപോലെ നിങ്ങളെ മറ്റുള്ളവർ ലൂട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇതൊരു 100% ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ഒരു 9 മണിക്ക് തന്നെ റൂമിൽ നിന്നും റെഡിയായി ഞങ്ങൾ ഓളി സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങൾ ബാർഗൈൻ ചെയ്തൊരു ഷെയർ ടാക്സി ഫിക്സ് ചെയ്ത് ഇതിൻ്റെ റേറ്റ് പറയുന്നത് 1500 ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഷെയർ ടാക്സി നിർത്തുന്ന സ്ഥലം. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ഈ ഓളിയുടെ ടോപ്പിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ ഒപ്പം കൂടിയിരിക്കുന്ന ഈ റെഡ് ജാക്കറ്റ് ഇട്ടവനൊരു ഗൈഡാണ്. പിന്നെ ഓൾറെഡി സൗത്ത് നിന്ന് വരുന്ന ഒരാളാകുന്ന സമയത്ത് ഈ ഗൈഡുമാർ നമ്മളെ പുറകിൽ നടന്ന് ശല്യം ചെയ്യും. അത് ഓൾറെഡി നോർത്തിലുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇതുപോലെ തന്നെയാണ്. ഇവരിപ്പോൾ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നും ഓളിയുടെ ടോപ്പിൽ എത്താൻ വേണ്ടി 2 ഓപ്ഷനാണുള്ളത്. അതായത് ഒന്ന് എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നമുക്ക് കേബിൾ കാറിലാണ് പോകേണ്ടത്. അതിനുശേഷം അവിടുന്ന് ഹോഴ്സ് റൈഡിങ് 4 കിലോമീറ്ററോളം ഏകദേശം ഹോഴ്സ് റൈഡിങ് വരുന്നുണ്ട്. ഇതാണ് ഇവരിവിടെ പറയുന്നത്. പക്ഷെ നമുക്കിത് രണ്ടിനും പകരമായിട്ട് ട്രക്ക് ചെയ്യണമെങ്കിൽ ട്രക്ക് ചെയ്യാം, അതിന് വേറെ സീനൊന്നുമില്ല. ഇതിന്റെ ഫെയർ എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ പോയ സമയത്ത് കേബിൾ കാറിനൊരു 500, അതുപോലെ ഹോഴ്സ് റൈഡിങ്ങിന് ഒരു 700. ഇത് ആക്ച്വലി ഒരു നല്ലൊരു റീസണബിൾ ആയുള്ള ഒരു ഡീലാണ്. ഈ ഹോഴ്സ് റൈഡിങ് നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അത്യാവശ്യം ഓഫ് റോഡ് വരുന്നുണ്ട് ഈ മൗണ്ടൈൻ്റെ മുകളിലെത്താൻ. ഇതാണ് ഈ ഹോഴ്സ് റൈഡിങ്ങിന്റെ എൻഡിങ് പോയിന്റ്. ഇനി ബാക്കി ഇവിടെ നിന്ന് ട്രക്ക് ചെയ്യണം. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. So I believe now you have an idea of how to reach the top of the mountain. Thanks for watching. Bye guys.